ഹായ് 1 year 1 CR ചലഞ്ച്. ഇന്ന് അതിന്റെ ഫസ്റ്റ് ഡേ ആണ്. ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കമ്പനീസാണ് ഞാൻ ഇതിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എൻസൈൻ എന്നുള്ള വീഡിയോ പ്രൊഡക്ഷൻ കമ്പനിയും അതേ കണക്കിന് ഇസ എന്നുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോം. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഷിജിൻ എന്ന് പറയുന്ന നമ്മുടെ എൻസൈൻ്റെ ഡയറക്ടറിൽ ഒരാളാണ്. അതേ കണക്ക് തന്നെ അക്ഷയ് നമ്മുടെ ഇസ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഡയറക്ടറിൽ ഒരാളാണ്. ഇവരെ രണ്ടുപേരുമാണ് ഈ 2 കമ്പനീസിൻ്റെ എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതേ സമയം അടുത്ത വർഷം ഓഗസ്റ്റ് 17-നുള്ളിൽ 1 CR ഒരു കമ്പനിക്ക് ഏൺ ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടി വരുന്ന ഓരോ സ്റ്റെപ്പുകളും, അതായത് അതിനുവേണ്ടി ചെയ്യുന്ന മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഓപ്പറേഷൻ ആയിക്കോട്ടെ, നമ്മുടെ പ്ലാനിങ് ആയിക്കോട്ടെ, എല്ലാം തന്നെ നിങ്ങളിലോട്ട് എത്തിക്കുമ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ യൂട്യൂബ് സബ് ചെയ്ത് വെച്ചേക്കുക, ഫോളോ ചെയ്തേക്കുക. ഓക്കെ, നമുക്ക് ഈ എൻസൈനും അതേ കണക്ക് തന്നെ ഇസയും എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് മനസ്സിലാക്കാം. എൻസൈൻ്റെ ഇത് ഷിജിനാണ് ഫുള്ളും കോർഡിനേറ്റ് ചെയ്യുന്നത്. നമുക്ക് ടീം അംഗങ്ങൾ നമ്മളല്ലാതെ ഉണ്ട്, ഷിജിനാണ് മെയിനായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷിജിൻ, എൻസൈൻ എന്താണ്? എൻസൈൻ എന്ന് പറഞ്ഞാൽ മെയിൻലി വീഡിയോ പ്രൊഡക്ഷനാണ്. വീഡിയോ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യുന്നില്ല, നമ്മൾ ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രം ആയിട്ടുള്ളൊരു പ്രീമിയം വീഡിയോ പ്രൊഡക്ഷൻ ഏജൻസിയാണ് എൻസൈൻ വീഡിയോ പ്രൊഡക്ഷൻ. നമ്മൾ മെയിനായിട്ട് ബിസിനസ്സുകാരുടെ പ്രൊമോഷനായിട്ടുള്ള വീഡിയോസ്, പിന്നെ അവിടെ ബിസിനസ്സോട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് ഓരോന്ന് സ്പെസിഫൈ ചെയ്ത് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, വഴി നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഡിജിറ്റൽ ആണ് എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫാമിലി. ഓൾറെഡി വീഡിയോ പ്രൊഡക്ഷനും അതേ കണക്കിന് ക്ലാസ്സുകൾ ഞാൻ കണ്ടക്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ പ്രൊഡക്ഷനായിട്ട് നമ്മൾ ആശ്രയിച്ചത് പുറത്തുള്ള ഫ്രീലാൻസേഴ്സായിട്ട് ഒരുപാട് വീഡിയോഗ്രാഫേഴ്സിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. പുറത്ത് ഔട്ട്സോഴ്സ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിപ്പം തുടങ്ങുന്നത് കൊണ്ട് നമ്മുടെ ക്ലയൻസിനും അതേ കണക്കിന് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ തന്നെ ഒരു ഏജൻസി ഉള്ളത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതേ കണക്ക് തന്നെ ക്ലാസ്സിൽ എന്നെയാണ് ബ്രാൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ക്രിസ്റ്റഫർ സാൻ എന്നുള്ള രീതിയിൽ പേഴ്സണൽ ട്രെയിനിങ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി മുതൽ നമുക്ക് ബിസിനസ്സുകാർക്ക് അവരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അവരെ ടീമുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും സ്റ്റാഫ് ട്രെയിനിങ്ങും അങ്ങനെ എല്ലാ കാര്യങ്ങളും അക്ഷയും കൂടി നേതൃത്വം നൽകി ഒരു വലിയൊരു ടീമായിട്ട് ബിൽഡ് ചെയ്യുവാണ്. അപ്പോൾ അതിലിപ്പം എൻസൈനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, ഇപ്പോൾ ഈ ബിസിനസ്സിൽ വീഡിയോ പ്രൊഡക്ഷൻ എന്താണ് പ്രാധാന്യമെന്ന്. ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്രാഫിക് ഡിസൈൻസൊക്കെ ആയിരുന്നു മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു വരും. നമ്മൾ വഴിയിലൊക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ പോസ്റ്റേഴ്സും കാര്യങ്ങളും എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ശരി ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ടുള്ള ഉപയോഗം? ബിസിനസ്സിൽ വീഡിയോയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം എന്താ പറയുക, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എല്ലാത്തിലും വീഡിയോസാണ്. നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ഫേസ് എന്ന് പറയുന്നത് തന്നെ ഇപ്പം വീഡിയോസാണ്. വീഡിയോ ആഡ്സാണ് ബിസിനസ്സിൻ്റെ ഫേസ് ആയിട്ട് ഇപ്പോൾ എല്ലാ കമ്പനികളും. ഇപ്പം നമുക്ക് വലിയ വലിയ കമ്പനികളെ നോക്കിയാൽ മനസ്സിലാവും, എല്ലാവരും വീഡിയോ ആഡ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ് മറ്റുള്ളവരിൽ നിന്ന് മാറി, അതായത് നമുക്ക് നമ്മുടേതായ സ്റ്റാൻഡ് ഉണ്ടാക്കണമെങ്കിൽ വീഡിയോ പ്രൊഡക്ഷൻ, അതായത് വീഡിയോ ആഡ്സ് കൊടുത്തു തുടങ്ങിയാൽ മാത്രമേ പറ്റുള്ളൂ, കൂടുതലായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കത്തുള്ളൂ. അപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവത്തില്ലേ, നമുക്ക് എല്ലാവരുടെയും സ്മാർട്ട് ഫോൺ ഉണ്ട് ഈ സമയം. അപ്പോൾ അവർക്ക് തന്നെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ഇടാൻ സാധിക്കും. ഇപ്പോൾ മാർക്കറ്റിംഗ് സംബന്ധിച്ചാണെങ്കിൽ അത് അക്ഷയ്ക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു വീഡിയോ ഇട്ടുന്നതാണ് അവിടെയാണ് ഒരു ക്യാച്ച് ഉള്ളത്. നമ്മളിപ്പം ഐഫോണിലൊക്കെ ഒരു വീഡിയോ എടുത്ത്, ഐഫോണിൽ ക്വാളിറ്റി ഉണ്ടാവും, എന്നാലും നമ്മൾ പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് ചെയ്യൂല, പ്രോപ്പറായിട്ടുള്ള ഒരു ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്യത്തില്ല. ജസ്റ്റ് നമ്മുടെ ഒരു അമേച്ചർ ലെവലിലായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ആ ഷൂട്ട് ചെയ്ത വീഡിയോ നമ്മൾ പുറത്ത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇത് നമ്മളെ ക്ലയൻസ് കാണുന്നു, ക്ലയൻസ് കാണുമ്പോൾ ആ വീഡിയോയുടെ ക്വാളിറ്റി വളരെ കുറവായിരിക്കും. നമ്മൾ ഇടുന്നുണ്ടെങ്കിലും ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ വലിയ കമ്പനി ആണെങ്കിൽ നമ്മളെ വീഡിയോസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കസ്റ്റമേഴ്സ് ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. വളരെ ചെറിയ കമ്പനി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും നമ്മൾ ചെറിയ സെറ്റ്, നമ്മൾ പ്രോപ്പറായിട്ടൊന്നും ജസ്റ്റ് ഫ്രെയിം ചെയ്യുകയൊന്നുമില്ല. ജസ്റ്റ് നമ്മളുടെ ഒരു സാറിൻ്റെ റൂമാണ്, അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യുക. പെട്ടെന്ന് എന്താ റോ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് സെറ്റ് ചെയ്യും. നമ്മൾ ഓഫീസിലോ വലിയ സെറ്റപ്പോ നമ്മളിത് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ്, അങ്ങനെയാണ് വിചാരിക്കുക. പക്ഷെ നമ്മൾ ഇപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. വരുന്ന വീഡിയോസിൽ നമ്മൾ ഓഫീസും സ്റ്റുഡിയോ എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അതാണ് ഇപ്പൊ നമ്മൾ ആ വീഡിയോ ക്വാളിറ്റി വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ പലരും വീഡിയോ ക്വാളിറ്റി വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന ആഡ്സ് ഒക്കെ വെച്ച് എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഒരു ഐഫോണിൽ നമ്മളെ സ്റ്റാഫിനെ വെച്ച് ഒരു വീഡിയോ എടുത്ത് ഇടുമ്പോൾ അതിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ബിസിനസ്സിന് ആൾക്കാരുടെ മുമ്പിൽ ആ ഒരു വാല്യൂ കാണത്തുള്ളൂ. നമ്മളിപ്പോ പ്രോപ്പറായിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് പ്രോപ്പറായിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത്
നമ്മളൊരു പ്രൊഫഷണൽ രീതിയിലൊരു കണ്ടന്റ്, ഒരു വീഡിയോ, ഒരു ആഡ് ഉണ്ടാക്കി നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ ചെറിയ കമ്പനി ആണെങ്കിലും ആ ആഡിന്റെ ക്വാളിറ്റി വളരെ കൂടുതലാണെങ്കിൽ നമ്മളൊരു വലിയ നമ്മുടെ സർവീസും പ്രൊഡക്റ്റും പെട്ടെന്ന് കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കാനും അവർ ക്യാച്ച് ചെയ്യാനും ചാൻസ് ഉണ്ട്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ പറ്റും. നമ്മുടെ ഒരു ഫേസ് ആണ് ആഡ് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ കമ്പനിയുടെ ഫേസ് ആണ്. ആഡ് വെച്ചായിരിക്കും ആള് നമ്മളെ ജഡ്ജ് ചെയ്യുന്നത്. യെസ്, കറക്റ്റ് ആണ്. അതേ കണക്ക് തന്നെ ഒരു വീഡിയോ ചുമ്മാ എടുത്ത് ഇടുവല്ല, അതിന് പ്രോപ്പറായ സ്ക്രിപ്റ്റിംഗ് വേണം. അതേ കണക്ക് തന്നെ കോൺസെപ്റ്റ് കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ എഡിറ്റിംഗ്, പ്രോപ്പറായ എഡിറ്റിംഗ് വേണം. ഇപ്പോൾ ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ എൻ്റെ നോർമലി എൻ്റെ നോർമൽ 100 days ബിസിനസ് ഐഡിയ ചലഞ്ചൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു 60 സെക്കൻഡ് ഉണ്ടെങ്കിൽ 60 സെക്കൻഡിലും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് വിഷ്വൽ ചെയ്ത് നിങ്ങളെ കാണിക്കുവാണ്. അതേ രീതിക്കുള്ള എഡിറ്റിംഗ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ കൂടുതലായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് മനസ്സിലാകത്തുള്ളൂ. ഇതിൻ്റെ അടുത്ത സ്റ്റേജാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എത്ര വീഡിയോ ചെയ്തിട്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ കൂടെ നമ്മൾ മാർക്കറ്റിംഗ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഓഫർ ഉണ്ട്. അതെന്താണ്, നമ്മൾ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വരുന്ന ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇനി നമുക്ക് ഇസയിലോട്ട് വരാം. ഇസ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ലേണിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ അതും ബിസിനസ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ പക്ഷേ സ്റ്റുഡൻസിനുണ്ട് കേട്ടോ, ബിസിനസ്സിനെ മാത്രം പറയുമല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്തേക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിനെക്കാട്ടും കൂടുതൽ അക്ഷയ് പറഞ്ഞിരിക്കുന്നുണ്ട്. അക്ഷയ് നമ്മുടെ ഫ്യൂച്ചർ. ഓക്കെ, നമുക്കിപ്പം ഇനിഷ്യലി നമ്മൾ ഈ ഒരു ഇസ എന്ന് പറയുന്ന ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വരാനുള്ള നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഓൾറെഡി ഈ മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുമ്പോൾ തന്നെ ഓൾറെഡി കുറേ എൻക്വയറീസ് ഉണ്ട്. നമുക്ക് ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ, ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, അങ്ങനെ പല രീതി, അത് ബിസിനസ് ഓണേഴ്സ് ആവാം, സ്റ്റുഡൻസ് ആവാം, അങ്ങനെ പല ഡെമോഗ്രഫിയിലുള്ള ആളുകൾ വരാറുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു സൊല്യൂഷൻ എന്തെങ്കിലും, നമ്മൾ ഓൾറെഡി ഒരു ഏജൻസി ബേസ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഏജൻസിയുടെ ഒരു പശ്ചാത്തലം വെച്ചിട്ട് തന്നെ നമുക്ക് ആ ലെവൽ ഒരു ഡയറക്റ്റ് കസ്റ്റമറിൻ്റെ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ സ്കില്ല് നമുക്ക് ഇവർക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിഷ്യലി നമ്മളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോഴ്സ് മാത്രമാണ് ഇപ്പോൾ ഇനിഷ്യലി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അത് മെറ്റ ആഡ്സ്, ഗൂഗിൾ ആഡ്സ് ഉൾപ്പെടെ, വെബ് ഡെവലപ്മെൻറ്റ് ഉൾപ്പെടെ, SEO, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇനിഷ്യലി നമ്മൾ ഈ പറയുന്ന ഒരു ഇസ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം, അത് വളരെ ലോ കോസ്റ്റിൽ നമ്മൾ ആളുകൾക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇനി വരുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജീസ്, AI ബേസ് ചെയ്ത കോഴ്സുകളും അതിനൊക്കെ നമുക്ക് വളരെ ബേസിക് അടിസ്ഥാനമായി വേണ്ട പല ബേസിക് എക്സൽ ഉൾപ്പെടെയുള്ള പല ബേസിക് ടൂൾസ് വരെ ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരു ബേസിക് ലെവൽ മുതൽ അഡ്വാൻസ് ലെവലുള്ള പല കോഴ്സുകളും നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനിഷ്യലി നമ്മുടെ ഒരു മെയിൻ പെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ ഏറ്റവും ഡിമാൻഡ് ഉള്ളത്. കാരണം ഇപ്പം ബിസിനസ്സിൽ പ്രൊമോട്ട് ചെയ്യാൻ പലരും ഏജൻസികൾക്ക് കൊടുക്കുന്നുണ്ട്, അതല്ല സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു സ്വന്തമായി പഠിച്ച് ഈ പറയുന്ന രീതിയിൽ ഈ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ ആഡ്സ് ഒക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മൾ ആ രീതിയിൽ ലൈവായിട്ട് പഠിപ്പിച്ച് അവരെ കൂടെ അവരെ ബിസിനസ്സിന് അനുസരിച്ചിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് നമ്മൾ അവരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്നത്. അപ്പം ആ ഒരു ഉദ്ദേശമാണ് നമ്മൾ ഇനിഷ്യലി ഈ പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വഴി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിലും അതേ കണക്ക് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മുക്കിലും മൂലയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫാമും കൊണ്ട് ഡിജിറ്റൽ പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് സ്പെഷ്യൽ അല്ലെങ്കിൽ എന്താണ് വ്യത്യസ്തമായിട്ട് വർക്ക് കൊടുക്കാനായിട്ട് പോകുന്നത്? ഇപ്പോൾ ഇനിഷ്യലി നമ്മൾ ഈ പറഞ്ഞ 2-3 വർഷമായിട്ട് നമ്മളൊരു കോവിഡ് സമയം മുതലേ നമ്മുടെ ഒരു ഏജൻസിയുടെ ബേസിൽ നമ്മൾ ട്രെയിനിങ്സും സപ്പോർട്ടും ഒക്കെ ഗ്രൂപ്പ് സെക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ കൊടുക്കുന്നത് ഗ്രൂപ്പ് സെക്ഷൻസും കൊടുക്കുന്നുണ്ട്, പേഴ്സണൽ 1-to-1 സെക്ഷൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോൾ പേഴ്സണൽ സെക്ഷൻസ് ഒക്കെ നമ്മൾ ഓരോരുത്തരുടെയും ടൈം അനുസരിച്ചിട്ട് അവർക്ക് അനുസരിച്ച് കസ്റ്റം ചെയ്ത സെക്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്രൂപ്പ് സെക്ഷൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യം ലോ കോസ്റ്റിലുള്ള, എന്ന് വെച്ചാൽ വളരെ ബിഗിനിങ്ങിലുള്ള ഒരു വ്യക്തിക്ക് മുതൽ അത്യാവശ്യം അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പ് സെക്ഷൻസിൽ ജോയിൻ ചെയ്യാം. ബേസിക്കലി നമ്മളിപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, നമ്മളൊരു ഏകദേശം 6-7 വർഷത്തോളമായി ഈ ഒരു മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലുണ്ട്, പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസും കൂടെ ആയിരിക്കും നമുക്ക് നിങ്ങളോട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുക. അപ്പം ആ ഒരു എക്സ്പീരിയൻസോടെ ആ ഒരു പ്രാക്ടിക്കൽ നോളജോടെ തന്നെ ഇപ്പോൾ കറണ്ട് ട്രെൻഡ്സും എല്ലാം മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ പറയുന്ന സ്കില്ല് പഠിക്കാൻ സാധിക്കും. യെസ്, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കാൻ കുറച്ച് ബാക്കിലോട്ടാണ്. അപ്പോൾ എനിക്കൊരു വലിയൊരു ഗ്രൂപ്പായിട്ട് ഒരു ക്ലാസ് നടത്തുമ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്ത് പറയുമെന്ന് അറിയാമോ? മനസ്സിലായെന്ന് പറയും. അതെനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. ഈ പ്രൊഫഷനെ ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ പേഴ്സണൽ ട്രെയിനിങ്ങിനെ ഫോക്കസ് ചെയ്തത്. എൻ്റേതായ സമയത്ത് എനിക്ക് മാത്രമായിട്ടൊരു ക്ലാസ് കിട്ടുവാണെങ്കിൽ അത് ഭയങ്കര യൂസായിരുന്നു. അങ്ങനെ വേണം. എൻ്റെ ബിസിനസ് എന്താണ്, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ എനിക്ക് കൂടുതലായിട്ട് ഞാൻ തുടക്ക സമയത്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഗ്രൂപ്പ് സെക്ഷൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ 100 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് സെക്ഷനിൽ പോയി പങ്കെടുത്താൽ
ആ 100 പേര് 100 ബിസിനസ് ആയിരിക്കും അതെ, ചെയ്യുന്നത്. ഓരോരുത്തർ പഠിക്കുന്നത് മനസ്സിലാക്കുന്നത് വേറെ രീതിയിലായിരിക്കും. കോമൺ ആയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം ആ രീതിയിൽ പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് മനസ്സിലാവൂ. ഞാൻ അങ്ങനെ ഫൈൻഡ് ചെയ്തപ്പം പേഴ്സണൽ ട്രെയിനിങ് നടന്ന ഒരുപാട് കമ്പനീസ് ഉണ്ടെങ്കിലും അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ഇപ്പം ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ ലോഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു ചലഞ്ച് അതിന് കാരണമാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മൾ ആഡ് ചെയ്യുന്ന ആയിക്കോട്ടെ, നമ്മുടെ പ്ലാനിങ് ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞതല്ല പ്ലാനിങ്, ഇനി 1 ഇയർ പ്ലാനിങ് ഓരോ മാസവും ഓരോ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്യും. എങ്ങനെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നു, എന്തൊക്കെയാണ് എന്നെല്ലാം തന്നെ നിങ്ങളിലോട്ടും കൂടി യൂട്യൂബ് വീഡിയോയിലായിരിക്കും ഡീറ്റെയിൽ വീഡിയോ ഇപ്പോൾ ഇട്ടണക്ക് ഇടുന്നത്. കാരണം ഇതിൽ സ്ക്രിപ്റ്റഡ് ഒന്നും ആയിരിക്കുന്നില്ല. ഇപ്പോഴും ഭയങ്കര സ്ക്രിപ്റ്റ് ഒന്നും അല്ല നമ്മൾ പ്ലാൻ ജസ്റ്റ് ചെയ്ത് ബ്ലോഗ് ചെയ്യുന്ന സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ റെഡി ആയത്. പ്രോപ്പറായിട്ട് ലൈറ്റ് ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ട് എന്താ പറയുക, ഒന്നും അക്ഷയ പോലെ വീട്ടിൽ നേരെ വന്ന് ടീഷർട്ട് മാത്രം മാറ്റി സെറ്റപ്പ് എങ്ങനെയാണ് നമ്മൾ റോ ആയിട്ട് എങ്ങനെയാണ് നമ്മളൊരു ബിസിനസ് മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നത്, എന്താ പറയുക സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുന്നത്, ആ രീതിയിലാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. കാര്യം കോട്ടും സൂട്ടും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. എൻ്റെ ചലഞ്ച് മൊത്തം കോട്ടും സൂട്ടും ഇട്ടുകൊണ്ടായിരിക്കുന്നത്. അതെങ്ങനെയും ചെയ്യാൻ പറ്റും. അതേസമയം തന്നെ നോർമലി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വരുന്ന ദിവസം തൊട്ട് ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ ഫോളോ ചെയ്ത് വയ്ക്കുക. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ബിസിനസ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം. ബിസിനസ്സിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ കോമൺ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള ഡീറ്റെയിലായിട്ടുള്ള പ്ലാനിങ്ങുകളും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്ന ദിവസം മുതൽ നിങ്ങളിലോട്ടും കൂടി എത്തിക്കുകയാണ് കേട്ടോ. വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ, ശരി, ബൈ.